നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂലക്കിരുത്തിയ സഞ്ജു സെഞ്ചുറിയുമായി തിരിച്ചു വന്നു. ഇന്ത്യക്ക് ഏകദിന പരമ്പര ആഘോഷമാക്കി ആരാധകർ. ഇതാണ് മധുര പ്രതികാരം. ലോകകപ്പിൽ ഉൾപ്പെടെ മാറ്റി നിർത്തിയ സഞ്ജു സാംസന്റെ ഗംഭീര തിരിച്ചുവരവ്. സെഞ്ചുറിയുമായി സഞ്ജുവിന്റെ മികവിൽ ഇന്ത്യ ജയിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പര. സഞ്ജുവിനെ പ്രകീർത്തിച്ച് പൃഥ്വിരാജ്, പ്രശംസാ വാക്കുകളുമായി ജോസ് ബട്ട്ലറും. ലോകകപ്പ് ഉൾപ്പെടെ പല നിർണായക കളികളിലും മാറ്റി നിർത്തിയ മലയാളിയായ സഞ്ജു സാംസന്റെ ഗംഭീര തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക്. നിർണായകമായ മൂന്നാം മത്സരത്തിൽ 78 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ സഞ്ജു സാംസണിന്റെ സെഞ്ചുറി കരുത്തിൽ നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 296 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 45 ഓവറിൽ 218 എല്ലാവരും പുറത്തായി. 81 റൺസ് നേടിയ ടോണി ഡി സോർസിയാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. 4 വിക്കറ്റ് നേടിയ അർഷ്ദീപ് സിംഗ് ആണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. ആദ്യ 2 മത്സരങ്ങൾ ഇരുവരും പങ്കിട്ടിരുന്നു. മികച്ച തുടക്കമാണ് റീസ ഹെൻഡ്രിക്സും ടോണിയും ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകിയത്. ഇരുവരും ഒന്നാം വിക്കറ്റിൽ 59 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ റീസയെ പുറത്താക്കി അർഷ്ദീപ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. പിന്നീടെത്തിയ റാസി വാൻഡർ ഡസിന് തിളങ്ങാനായില്ല. എയ്ഡൻ മാർക്രം പ്രതീക്ഷ നൽകിയെങ്കിലും വീണു. വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു വിക്കറ്റ്. മാത്രമല്ല, ടോണിയെ അർഷ്ദീപ് വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയും ചെയ്തു. പിന്നീടെത്തിയ ആർക്കും തിളങ്ങാനായില്ല. ഹെൻറിച്ച് ക്ലാസൻ, വിയാൻ മാൾഡർ, കേശവ് മഹാരാജ്, അതുപോലെ ബ്യൂറൻ ഹെൻഡ്രിക്സ്, അതുപോലെ ലിസാർഡ് വില്യംസ് എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ. നരേന്ദ ബർഗർ പുറത്താവാതെ നിന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യക്ക് മോശം തുടക്കമാണ് ലഭിച്ചത്. അരങ്ങേറ്റക്കാരൻ രജത് പടിധാറിന് അവസരം മുതലാക്കാനായില്ല. മൂന്നാമനായി ക്രീസിലെത്തിയത് സഞ്ജു. ഇതിനിടെ 2ാം വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. ആദ്യ 2 ഏകദിനങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടിയ സായ് സുദർശൻ വേഗത്തിൽ മടങ്ങി. 4ാം വിക്കറ്റിൽ KL രാഹുലും സഞ്ജുവും ഒത്തുചേർന്നു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ സൂക്ഷ്മതയോടെയാണ് ഇരുവരും കളിച്ചത്. 4ാം വിക്കറ്റിൽ ഇരുവരും 52 റൺസ് കൂട്ടിച്ചേർത്തു. 19ാം ഓവറിൽ രാഹുൽ മടങ്ങി. തുടർന്നെത്തിയ തിലക് വർമ്മയും തപ്പിത്തടഞ്ഞു. എന്നാൽ സഞ്ജുവിനൊപ്പം വിലപ്പെട്ട 116 റൺസ് ചേർക്കാൻ തിലകിനായി. വൈകാതെ സഞ്ജു കന്നി സെഞ്ചുറി പൂർത്തിയാക്കി. 114 പന്തിൽ 3 സിക്സും 6 4ഉം ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. 46ാം ഓവറിൽ സഞ്ജു മടങ്ങി. തുടർന്നെത്തിയ അക്സർ പട്ടേലിനും വാഷിംഗ്ടൺ സുന്ദറിനും നിലയുറപ്പിക്കാനായില്ല. എങ്കിലും റിങ്കു സിംഗ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചു. അവസാന ഓവറിലെ 3ാം പന്തിലാണ് റിങ്കു മടങ്ങുന്നത്. 27 പന്തുകൾ നേരിട്ട താരം 2 സിക്സും 3 4ഉം നേടി. 2ാം മത്സരം ജയിച്ച ടീമിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് ആതിഥേയർ ഇറങ്ങിയത്. അതേസമയം കഴിഞ്ഞ മത്സരം തോറ്റ ടീമിൽ ഇന്ത്യ 2 മാറ്റങ്ങൾ വരുത്തി. വിരലിന് പരിക്കേറ്റ ഓപ്പണർ ഋതുരാജ് ഗെയ്ക്വാദ് ഇന്ന് പ്ലേയിങ് 11-ൽ ഇല്ല. പകരം രജത് ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം കുറിച്ചു. ബൌളിംഗിൽ കുൽദീപ് യാദവിന് പകരം വാഷിംഗ്ടൺ സുന്ദറും ഇന്ത്യയുടെ പ്ലേയിങ് 11-ലെത്തി. കന്നി ഏകദിന സെഞ്ചുറി പൂർത്തിയാക്കിയ സഞ്ജു സാംസനെ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയ. ഇക്കൂട്ടത്തിൽ ചലച്ചിത്ര താരം പൃഥ്വിരാജ്, സംവിധായകൻ ബേസിൽ തമ്പി, നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന്റെ സഹതാരവുമായ ജോസ് ബട്ട്ലറുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.